പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് ഈ ദിവസത്തിൻ്റെ വാതിൽ നമ്മൾ തുറക്കുകയാണ്. ദൈവം നിങ്ങളെ അഭിവാദനം ചെയ്യട്ടെ. ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇവിടെ നമ്മുടെ പ്രാർത്ഥന ആവശ്യം പറ മക്കളെ. കൈകൾ കൂപ്പി ശിരസ്സ് നമിച്ച് കർത്താവിന് തിരുസ്ഥിതി നിൽക്കുന്നു എന്നുള്ള ബോധം വരുത്തി പ്രാർത്ഥന ആവശ്യം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് അങ്ങയുടെ മക്കളെ കൈവാർന്ന് കൈക്കൊള്ളണമേ. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസാൽത്താര ജീവനുടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ മക്കൾ ഇപ്പോൾ അവരെ ആശ്രയം വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും ദൈവികമായ ചൈതന്യവും സാന്നിധ്യവും പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുതുകിന് നീരിറങ്ങി കിടക്കുന്നവരുണ്ട്, ഉദരത്തിന് നീര് കുടുങ്ങിയവരുണ്ട്. കർത്താവെ, ആന്തരിക അവയവങ്ങൾക്ക് പഴുപ്പ് പറ്റിയവരുണ്ട്. അവരെ എല്ലാം കർത്താവെ നീ സ്പർശിക്കണമേ. ആശുപത്രി നിൽക്കുന്നവരും ബൈസ്റ്റാൻഡേഴ്സിനെ സ്പർശിക്കണേ കർത്താവ്. ഇന്ന് ബ്ലഡ് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോണവരും ബയോപ്സിക്ക് പോകുന്ന ബയോപ്സിയുടെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരെ എല്ലാം കർത്താവ് അവർക്ക് സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് റിസൾട്ട് വരാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവെ, കിടന്നു പോയവർ, കർത്താവ് ഇവിടെ നോക്കാൻ ഒരാൾ വീട്ടിൽ പോലും ഇല്ലാത്തവർ, അവരെ പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. എന്നെ ഇങ്ങനെ കിടത്തി കളയല്ലേ തമ്പുരാനെ, എന്നെ അങ്ങോട്ട് വിളിച്ചേക്കെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണം കർത്താവെ. അവർക്കെല്ലാം നീ സന്ധിപ്പ് നൽകണം കർത്താവ്. ഒരു മനുഷ്യനെയും കണ്ടുകൊണ്ടല്ല കർത്താവെ നീ ഞങ്ങൾ സൃഷ്ടിച്ചത് ഞങ്ങൾക്ക് നല്ല ബോധ്യപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ഈശോ പറയുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ചെയ്യേണ്ടത്, മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടല്ല എന്നുള്ള വലിയ സത്യം കർത്താവിൻ്റെ മക്കളെ മനസ്സിലാക്കണം കർത്താവെ. ഞങ്ങളുടെ ശ്വാസങ്ങളിലും നിന്നെ കൂട്ടിക്കൊണ്ട് കർത്താവെ ജീവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്, നീ ഇല്ലെങ്കിൽ ആരുമില്ല. ആ രീതിയിൽ കർത്താവ് ആധ്യാത്മികമായി വളരാൻ കർത്താവ് അങ്ങയുടെ മക്കളെ ഉയർത്തി പ്രാർത്ഥിക്കുക. അല്ല അവർ സഹായിച്ചില്ല, ഞാൻ എല്ലാവരെയും സഹായിച്ചു
അങ്ങനെ എനിക്ക് തക്ക സമയത്ത് അവരുടെ കൈ ഒഴിഞ്ഞു, ഏത് പട്ടിക്ക് ഒരു ദിവസം വരും എന്നൊക്കെ ഞങ്ങളുടെ പിടിച്ച് പോക്കും എന്നൊക്കെ പറഞ്ഞ് വിവരമില്ലാത്ത മനുഷ്യ വ്യർത്ഥ സംഭാഷണം നടത്തുന്നത് പോലെ കർത്താവ്, ഞങ്ങൾ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കർത്താവ്, ആര് വന്നാലും നിന്നാലും പോയാലും നീ പോകാതെ നിൽക്കുമെന്നുള്ള അവസാനം വരെ ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്, അന്ത്യനിമിഷം വരെ ഞാൻ നിങ്ങൾ ഉണ്ടായിരിക്കുന്ന കർത്താവ് നിന്റെ വാക്കിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവെ കയ്പ് മധുരം ആസ് ഇറ്റ് ഇസ് ഗിവൺ വി വിൽ ഈറ്റ്. കർത്താവ് നീ നിനക്ക് വിളമ്പിത്തരുന്ന ഭക്ഷിക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് ആ ആത്മീയമായ ഔന്നത്യത്തിലേക്കും ആവേശനിർഭരമായ ആത്മധൈര്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ആഘോഷമായ ജീവിതത്തെ മാറ്റാൻ കർത്താവെ നീ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, പല വീടുകളുണ്ട് കർത്താവെ, അത് തമ്മിൽ പിരിയാൻ പോകുന്നവർ, പിരിഞ്ഞു കഴിഞ്ഞവർ, മക്കൾ വഴിയാധാരമായവർ, അപ്പൻ്റെ അമ്മയുടെയും കയ്യിരിപ്പ് കാരണം മക്കൾ അനാഥാരപ്പെട്ടിരിക്കുന്നവരും, മക്കൾക്ക് വെറുപ്പ് തോന്നുന്ന അപ്പനും അമ്മയുടെ വെറുപ്പ് തോന്നുന്നവർ മക്കളുണ്ട്. അവരെല്ലാം കർത്താവ് ആന്തരികമായ സൗഖ്യം നൽകി നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. അധ്വാനിച്ച് എല്ലൊക്കെ ഒടിഞ്ഞിട്ടും കർത്താവ് കുടുംബത്തിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല ഈശോയെ. അതിനേക്കാളുള്ള പുതിയ ചിലവുകൾ വന്നിട്ട് കർത്താവ് എന്തിനാണ് ജീവിക്കണതെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് ഭാരപ്പെട്ട് കർത്താവ് പണിക്ക് പോകാം. കടങ്ങളുടെ ആധിക്യം കാരണം എത്ര പണിക്ക് പോയാലും അവസാനം വൈകുന്നേരം ആകുമ്പോൾ ചിട്ടിക്കാർ വന്നും ഇൻസ്റ്റാൾമെൻറ്റുകാർ വന്നും കടക്കാർ വന്നും ഒക്കെ കിട്ടിയത് മേടിച്ചുകൊണ്ട് പോകുന്ന കാര്യം വീട്ടിലേക്ക് കർത്താവ് വേറെ കൈയോട് പറഞ്ഞ സങ്കടക്കാരുണ്ട് ഈശോയെ. അവർക്കെല്ലാം ജീവിക്കാനുള്ള പുതിയ വഴി കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തിൻ്റെ കരുണ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച ആ മനുഷ്യന്മാരെ ചെയ്തിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുകഴ്ചയിൽ യേശുക്രിസ്തു നാമത്തിൽ ദൈവവേദന ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലായിടത്തും നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകാൻ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയെ ഞാൻ നിൻ്റെ കൂടെ അയക്കുന്നു. നീ അമ്മ നിന്നെ സന്ധിക്കാൻ സഹായിക്കുകയും നീ തിരികെ വരുന്ന കാലത്ത് സന്തോഷത്തോടെ കണ്ണുനീരോടെ അവർ വിതക്കാൻ പോകുന്നു. അവർ ജയഘോഷത്തോടെ കമ്മിങ് വിത്ത് ക്യാരിങ് ദ ഷീപ്സ് എന്ന് പറഞ്ഞ പോലെ അവർ ജയഘോഷത്തോടെ കൊയ്ത കറ്റയുമായി തിരിച്ചെത്താൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം വചനം സങ്കീർത്തനം 143:10. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. അതായത് നമ്മൾ നടക്കേണ്ടത് നിരപ്പുള്ള വഴിയിലൂടെയാണ്. അത് നയിക്കപ്പെടേണ്ടത് എന്താണ്? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ്. നല്ല ആത്മാവ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്. കർത്താവിൻ്റെ ആത്മാവ്, ദൈവാത്മാവ്, നല്ലാത്മാവ്, പരിശുദ്ധാത്മാവ്, അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപാടുകളിലെ പരിശുദ്ധാത്മാവിന് പല പല പേര് വന്നിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് പറ്റും? നിരപ്പുള്ള വഴിയിലൂടെ നടക്കും നമ്മുടെ ജീവിതത്തിന്. കാരണം നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാത്ത, അധർമ്മം പ്രവർത്തിപ്പിക്കാത്ത വഴികളിലൂടെ ദൈവം നമ്മളെ നടത്തും. ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടതിന് ശേഷവും നീ മനഃപൂർവ്വം അധർമ്മത്തിൻ്റെ വഴികളിലൂടെ നടന്നാൽ അതിനെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിനക്കാണ്. അതുകൊണ്ട് തന്നെ നീ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് ഭാവിയിൽ എന്നുണ്ടെങ്കിൽ നിനക്ക് കർത്താവ് പ്രശ്നങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അതെന്തിനാണെന്നറിയാവോ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു. അതായത് ഭാവിയിൽ ഇവരെന്താണ്, അപ്പോൾ യാക്കോബും യോഹന്നാനും അവരെ ഭാവിയിൽ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തിന് അവർക്ക് വേണം. ഭാവിയിൽ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള യൂദാസിനെയാണ് ശരിക്കും പറഞ്ഞാൽ സമറിയയിലൂടെ കർത്താവ് വഴിയൊരുക്കാൻ വേണ്ടി വിടേണ്ടത്. അങ്ങനെ വിട്ടിരുന്നെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ ആ വഴിയാൾ പോയേനും. അങ്ങനെയല്ല, യൂദാസിനെ ഇവിടെ നിർത്തിയിട്ട് ദൈവത്തിന് പണി കൊടുക്കാൻ സാധ്യതയുള്ളവരെ കൂടെ നിർത്തിയിട്ട് സ്വന്തമായിട്ട് നശിക്കാൻ സാധ്യതയുള്ള അപ്പോസ്തലന്മാരെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് പ്രസംഗങ്ങളുടെ മുഖത്തേക്ക് വിടുന്നത്. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രസംഗങ്ങളുടെ പിന്നിൽ ദൈവത്തിൻ്റെ ഈ വിശുദ്ധീകരണം ഉണ്ടെന്ന് നീ ഓർക്കണം. അതുകൊണ്ടാണ് സമരക്കാർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ കൈകാര്യം വിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ജെറുസലേമിലൂടെ പോകാൻ പറ്റത്തില്ലെന്ന് ശാഠ്യം പിടിച്ചപ്പോൾ യോഹന്നാനും യാക്കോബിനും വിറഞ്ഞ തുള്ളി അവർ തിരിച്ചു വന്നവർ പറയണത് അവർ സ്വർഗ്ഗത്തിൽ അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന്. അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ്? വാട്ട് സ്പിരിറ്റ് യു ലീഡ്സ് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കണമെന്ന് വെച്ചാൽ നല്ലാത്മാവല്ലെന്നാണ് അവരുടെ. പക്ഷേ നല്ലാത്മാവല്ല, പിന്നെ കെട്ടാത്മാവാണ്, അശുദ്ധാത്മാവാണ് നിങ്ങളെ നയിക്കണത്. അശുദ്ധാത്മാവ് നയിച്ചാൽ എന്ത് സംഭവിക്കും? അശുദ്ധാത്മാവ് നയിക്കണമെങ്കിൽ യോഹന്നാൻ 10:10 സംഭവിക്കും. കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നത്. അതാണ് സംഭവം. അശുദ്ധാത്മാവിനെ കള്ളനെ ഈശോ വിളിക്കണം. അപ്പോൾ ഇവർക്കുള്ള ആത്മാവ് കള്ളനാണ്, നല്ലാത്മാവല്ല. അപ്പം നല്ലാത്മാവിനെ നയിക്കപ്പെടാൻ പ്രാർത്ഥിക്കുക.
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ചെയ്തികള്, ഞങ്ങളുടെ യാത്രകള്, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിനിമയങ്ങളും കർത്താവേ നല്ല ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്ന് ജീവിക്കുവാൻ ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ആമേൻ. ൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഈ ആരാധനയിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവനാമത്തിലായത് കാരണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഒരു മനുഷ്യന് എത്രത്തോളം ആക്കത്തോടെയും തൂക്കത്തോടെയും അതിനെ പ്രയോഗിക്കാൻ കഴിയും, അതാണ് അവൻ്റെ അഭിഷേക ശക്തി എന്ന് പറയുന്നത്. എല്ലാവർക്കും അഭിഷേകം ഉണ്ടാവും, ചിലർക്ക് കൂടിയ നിലവാരമുള്ള അഭിഷേകം ഉണ്ടാവും. ആരാധന കൂടുമ്പോൾ ആരാധന സംഭവിക്കേണ്ടതും സംഭവിക്കുന്നതുമൊക്കെ ഈ അഭിഷേകമാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല, ജീവിക്കാൻ വകവില്ലാത്തൊരു കാലമാണ്. അപ്പം അങ്ങനെ വന്നാൽ പോലും അഭിഷേകം, അവൻ്റെ നാമത്തിനെക്കുറിച്ചുള്ള അഭിഷേകം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാമെന്നുള്ള വലിയൊരു സുവിശേഷം നമുക്ക് നൽകണത് പത്രോസിൻ്റെ ഏറ്റവും വലിയ ഒരു സുവിശേഷ കണ്ടുപിടുത്തമാണ്. കാര്യം പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, അത് വലിയൊരു വിഷമമാണ്. കാര്യം പൊന്നും വെള്ളിയും ഇല്ലാത്തത് തന്നെയല്ല, ജീവിതം ആ മനുഷ്യനെ എപ്പോഴും കണ്ടാലും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾക്ക് ചിലർക്ക് മാത്രമല്ല ആ അവസ്ഥ ഉള്ളത്. ചിലർക്ക് അവർക്ക് പലതരത്തിൽ ജപ്തി നടപടികൾ വന്നിരിക്കുന്നു, ചിലപ്പോൾ കോടതിയിൽ നിന്ന് കേസ് വന്നിരിക്കുന്നു, ചിലപ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല, ചിലപ്പോൾ കള്ളക്കേസായിരിക്കും അത്. ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമുക്ക് പണവുമില്ല. അതുപോലെ തന്നെ പലരും ഇന്ന് തന്നെ കൗൺസിലിങ്ങിന് വന്നപ്പോൾ പലരും പറഞ്ഞത്, അച്ഛാ ഞങ്ങൾക്ക് എൻ്റെ ഓപ്പറേഷന് പോലും എനിക്ക് പണമില്ല, എൻ്റെ ഭർത്താവിന് ജോലിയില്ല, അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഓപ്പറേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പന്നതയുടെ സമയമാണ് ദൈവം മാത്രമുള്ള സമയം. ദൈവം മാത്രമുള്ള സമയം സമ്പന്നത മാത്രമല്ല, അതാണ് സമ്പന്നതയെന്ന് അനുഭവത്തിലൂടെ പഠിച്ച ആളാണ് പത്രോസ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോലും കൈനീട്ടുന്ന അവസ്ഥകളിലെ ആ കൈനീട്ടുന്ന മുടന്തനേക്കാളും ധർമ്മക്കാരനേക്കാളും ഗതികെട്ടവനായിട്ട് നിൽക്കുമ്പോഴും പത്രോസ് ആ ഗതികേട് ഒരിക്കലും പറയത്തില്ല, ഞാൻ ഗതികെട്ടവനാണെന്ന് പറയത്തില്ല. അതാണ് എൻ്റെ വിശ്വാസിയുടെ ഒരു നിലപാടാണത്. അതായത് ഞാൻ ഗതികെട്ടവനാണ്, എനിക്ക് പണമില്ലാത്തവനാണ്, എനിക്ക് ജോലിയില്ല, എനിക്ക് വീടില്ല, വീട് വെക്കാൻ സ്ഥലമില്ല, അതുപോലെ എന്നെ ആർക്കും വേണ്ട എന്നൊന്നും പത്രോസ് പറയത്തില്ല. കാര്യം എന്താണ്? എല്ലാം ഇല്ലാത്തപ്പോൾ ലോകം അങ്ങനെ കാണുമ്പോൾ തന്നെ പത്രോസ് പറയും, ഇതിനെല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു ആളെനിക്കുണ്ട്. പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, പക്ഷേ എനിക്ക് ഒരാളുണ്ട്, അത് നസ്രായൻ യേശുവാണ്. അവൻ്റെ മഹത്വം എന്ന് പറയുന്നത് അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. ആ ഉയർത്തെഴുന്നേറ്റവൻ്റെ ഉന്നതമായ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ ഞാൻ കൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കും. എല്ലാ രണ്ടുപേരും ഒന്നും തുടങ്ങുകയാണ്, സഭ ഒന്നേം തുടങ്ങുകയാണ്, ആ മുടന്തൻ ഒന്നേം തുടങ്ങുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം ഒന്നേം തുടങ്ങാൻ ഒരു നാമം മാത്രമേ, യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ലോകത്തിൽ നൽകപ്പെട്ടിട്ടുള്ളൂ. ആ ഉന്നതമായ നാമത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഒരു സാക്ഷ്യം ഇവിടെ പറഞ്ഞു, ആ സാക്ഷ്യം കേൾക്കുകയും ആൾക്കാരിങ്ങനെ കൈയടിച്ചു, ഓട്ടോമാറ്റിക്കായി കൈയടിച്ചു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. നിങ്ങൾ ലത എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവ സഹോദരിയാണ്, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. നമുക്കത് പെട്ടെന്ന് ആ സാക്ഷ്യം മനസ്സിലാവത്തില്ല. കുടിക്കാൻ വെള്ളമില്ലാത്ത ഒരവസ്ഥ നമുക്ക് വന്നാൽ, കാര്യം അവർ കുറച്ച് എനിക്കുണ്ട് കോട്ടയം ഏതോ ഡിസ്ട്രിക്റ്റിൽ താമസിക്കും. അവിടെ ഒത്തിരി ആഴത്തിൽ കുഴിച്ചാൽ മാത്രമേ, കിണർ കുഴിച്ചാൽ മാത്രമേ വെള്ളം കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ മാർച്ച് മാസമായപ്പോൾ ഇത്രയും വലിയ വരൾച്ചയിൽ അവിടെ കിണർ വറ്റിപ്പോയി. കിണർ എല്ലാ മാർച്ചിലും വറ്റും. ആയിരക്കണക്കിന് കിണറാണ് കേരളത്തിൽ വറ്റണത്, നമുക്കറിയാം അല്ലേ. പലക്കും ജപ്പാൻ കുടിവെള്ളവും മറ്റു വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കട്ടിച്ച് വെള്ളം വിലക്ക് വാങ്ങി ജീവിക്കുക. ഈ പാവപ്പെട്ടല്ലേ ഇത്, പക്ഷേ അങ്ങനെ വിലക്ക് വാങ്ങാനുള്ള മാർഗ്ഗമൊന്നുമില്ല അതിന്. ഇപ്പോൾ ചില കഞ്ഞി വെക്കാനും അതുപോലെ ഉടുപ്പ് കഴുകാനും ഒക്കെ വെള്ളം വിലക്ക് മേടിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ല ലത. ഈ കിണർ വറ്റിപ്പോടുകൂടി ആ പ്രദേശങ്ങ് പിന്നെ അടുത്ത് വെള്ളമുള്ളത് അടുത്ത വീട്ടിലാണ്. കുറച്ച് നടക്കുമ്പോൾ ഒരു വീട്ടിൽ കിണറുണ്ട്, അവർക്ക് വെള്ളമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെന്ന് കോരിക്കൊണ്ട് വരണം. പക്ഷേ ലതയുടെ ഇരിപ്പ് കണ്ടിട്ട് വെള്ളം കോരാൻ പറ്റിയ ഒരു ഇരിപ്പല്ല, കതച്ച് പോകും പെട്ടെന്ന്, മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെ രോഗമുണ്ടെന്ന് തോന്നണം. പക്ഷേ ലതയുടെ ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇത്തിരി വെള്ളം തരുമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നാ പറഞ്ഞെന്നറിയാവോ? അവർ പറഞ്ഞത് കറണ്ട് വെള്ളം അടിച്ച് കിണറ്റിൽ നിന്ന് എടുക്കണമെങ്കിൽ, മുകളിലോട്ട് എടുക്കണമെങ്കിൽ കറണ്ടിൽ വേണം.
അപ്പം കറണ്ട് അങ്ങനെ ചിലവാക്കാനില്ല, അതുകൊണ്ട് വെള്ളം തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അത് കേരളത്തിലാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത് കൊണ്ടാണല്ലോ പ്രളയം മാറാതെ ഇരിക്കുന്നത്. 2 പ്രളയം വന്നില്ലേ? ഇപ്പോൾ ഈ മാർച്ച് മാസം സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ചങ്കലച്ചത് ഇതാണ്. വെള്ളം 3-ാം നില വരെ കയറിയ ഒരു കേരളമാണിത്. എന്നിട്ടും മനുഷ്യൻ നന്നായിട്ടില്ല. പാവപ്പെട്ടവന് അരി വെക്കാൻ വേണ്ടി ഇത്തിരി വെള്ളം ചോദിച്ചപ്പോൾ പറയണേ കറണ്ട് അടിക്കണം. അതിന് കറണ്ട് അടിക്കാതെ പിന്നെ എങ്ങനെ വെള്ളം കിട്ടണത്? അവിടെ വെള്ളത്തിന് ഇത്തിരി വെള്ളം കൊടുക്കണം, പക്ഷേ വെള്ളം കൊടുക്കാൻ തയ്യാറല്ല. അതായത് അതോടുകൂടി ഇവർക്ക് ചങ്ക് അലച്ച് ഇവർ തിരിച്ചു പോരും, വെള്ളമില്ലാതെ പോകും. പിന്നെ എന്താ ഒരു മാർഗ്ഗം ഇല്ല. അവർ കിണറ്റിലിട്ട് നോക്കി ഇങ്ങനെ വെറുതെ നിൽക്കും. അപ്പോഴവിടെ മനസ്സിലൊരു സംഭവം ഉണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ വിഷയം. അവിടെ മനസ്സിൽ വിചാരിച്ചു അവർ ഉടമ്പടി എടുത്ത അപ്പോഴേ ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ എല്ലാം തീർന്നു. അവരുടെ കയ്യിൽ ഒരാപത്ത് വന്നപ്പോൾ എല്ലാം തീർന്ന്, പക്ഷേ വെഞ്ചരിച്ച തേനിരിപ്പുണ്ട്. ഞങ്ങളെപ്പോഴും ഞങ്ങളോട് പറയണതാണ്, ഞങ്ങളെന്തെങ്കിലും വെഞ്ചരിച്ച് തന്നാൽ അത് ഇങ്ങനെ ഒരു സാധാരണ ഒരു ജനറൽ വെഞ്ചരിപ്പല്ലത്. അത് കർത്താവിൻ്റെ കുർബാന അർപ്പിച്ചു, അതിനുശേഷം 12 തരം പ്രാർത്ഥന ചൊല്ലിയാണ് നിറച്ച വസ്തുക്കൾ തരണത്. പക്ഷെ അത് ചിലർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ചെയ്യണം. അപ്പോൾ ലത നോക്കിയപ്പോൾ ഒന്നുമില്ല, തേൻ ഇത്തിരി വെഞ്ചരിച്ച് ഇരിപ്പുണ്ട്. ഇവരെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തേൻ എടുത്തിട്ട് മാതാവേ ഒരു മാർഗ്ഗവുമില്ല, അമ്മ ഇല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ലേ, ഇത്തിരി കുടിവെള്ളത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യണതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരണ്ട് ഉണങ്ങിപ്പോയ കിണറ്റിലോട്ട് താഴേക്ക് ഈ തേനിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി തേനിങ്ങനെ ഒഴിച്ചിട്ട് അവർ തിരിച്ചു പോരും. തിരിച്ചു പോന്ന് ഒരു 5 ചെവിടി വരെ വെച്ച് കാണും. അപ്പോൾ കുളുകുളാന്ന് പറഞ്ഞ് സ്വരം കേൾക്കും വരും. അപ്പോൾ ആരാണ്ട് കിണറ്റിലെ വീണെന്നും പറഞ്ഞിട്ട് ഇവർ തിരിച്ചു വരുമ്പോൾ അവർ പറയണേ കഞ്ഞ് തിളക്കണ പോലെ താഴേന്ന് വെള്ളം മേലോട്ട് കുതിച്ച് വന്നുകൊണ്ടിരിക്കണമെന്ന്. അതായത് അത് കേട്ടോടുകൂടി ഇവിടെ ഇരുന്ന ജനം മുഴുവൻ അറിയാതെ പേടിച്ചു പോയി. കാര്യം ദൈവം എപ്പോഴാണ് നമുക്ക് അനുഭവേദ്യമാകണമെന്ന് പറഞ്ഞത് പലപ്പോഴും 0 പോയിൻ്റ് ആകുമ്പോഴാണ്. നമ്മൾ 0 ആയിപ്പോയി. ആരിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലെ ഒരു അയൽവാസിനെ കൊണ്ട് പ്രയോജനമില്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ ആയിത്തീരുമ്പോൾ നമുക്ക് ആരുമില്ലല്ലോ. പിന്നെ എന്താണ്? നമുക്ക് ആരുമില്ലെങ്കിലും നമുക്ക് ദൈവം ഉള്ളത് ഈ ലതയുള്ള ആൾക്കാരുടെ വിശ്വാസം ആണ് ഈ ദൈവത്തെ നമുക്ക് സംലഭ്യമാക്കുന്നത്. വരണ്ട കിണർ. ഇപ്പം ഞാനിത് കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നൊരു വിഷയമേ, അതായത് ഈ വചനം സാക്ഷ്യം കേട്ട് ജനങ്ങളിങ്ങനെ ഇന്ന് കൈയടിച്ച് അഭിഷേകം കൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു വിഷയമേ, ഇത് പണ്ട് മുതലേ ദൈവം ചെയ്യണ ഒരു കാര്യമാണ്. കാറ്റില്ല, ബൈബിളുണ്ടത്. എന്താണ്? കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ, കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയും. അപ്പോഴേ എന്നാ പറ്റി? നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു റീസണിങ് ഉണ്ട്. റീസണല്ല, ബുദ്ധിയില്ലേ? എന്താ പറയണത്? നമ്മൾക്ക് വെള്ളം വേണമെങ്കിൽ എന്ത് വേണം? മഴ വേണം, അല്ലേ? മഴ വേണമെങ്കിൽ എന്ത് വേണം? കാറ്റ് വേണം. അപ്പോൾ ഇങ്ങനെ ഇന്നത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇന്ന കാര്യങ്ങൾ നടക്കുമെന്നും പറഞ്ഞുള്ളൊരു യുക്തിയുണ്ട്. ഈ വിശ്വാസത്തിൽ യുക്തിക്ക് ഒരു സ്ഥാനവുമില്ല. എന്നും ഞാൻ പറയേണ്ട ഒരു കാര്യമാണ്, വിശ്വാസത്തിൽ യുക്തിക്ക് ഒരു സ്ഥാനവുമില്ല. എന്താ കാര്യം വെച്ചാൽ, യുക്തിയല്ല വേണ്ടത്, ഉടമ്പടിയാണ് വേണ്ടത്. യുക്തിയല്ല നമുക്ക് വേണ്ടത്, ഉടമ്പടിയാണ് വേണ്ടത്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുക്തി ഇല്ലാത്തൊരു കാര്യമാണ് ദൈവം മറിയത്തോട് പറയണത്. വ്യക്തമല്ലേ? ഒരു യുക്തിയുമില്ല. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോഴേ ഒരു യുക്തിയും ഇല്ലാത്തൊരു കാര്യമാണ്. എന്താണ് പറയണത്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോഴമ്മ ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? കാര്യം എന്താണ്? ഞാൻ യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെ ഒരു മാർഗമേ ഉള്ളൂ, അത് നിൻ്റെ യുക്തിയുടെ മാർഗമാണ്, നിൻ്റെ വിശ്വാസത്തിൻ്റെ മാർഗമല്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ യുക്തിപരമായിട്ട് ഒരു മാർഗം, യുക്തിപരമായിട്ടൊരു മാർഗമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ യുക്തിപരമായ മാർഗത്തിൽ ആ വഴിക്ക് തന്നെ നമ്മളെ ദൈവം സഹായിക്കണം. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് ഡാമേജ് ആകണത്. ദൈവത്തിന് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ പറ്റും?
എങ്ങനെ സഹായിക്കാൻ പറ്റും? ഉടമ്പടിയിലൂടെ സഹായിക്കാൻ പറ്റും. അങ്ങനെയാണ് ഉടമ്പടി രൂപപ്പെട്ട് വരണത്. എന്താ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ മാലാഖ എന്ത് പറയും? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്നിട്ട് പറയും എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? അത്യുന്നതൻ്റെ ശക്തി. അപ്പോൾ എന്നിട്ട് പറയും ഇനി നിനക്ക് ഇനി സംശയമാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നിൻ്റെ ചാർച്ചക്കാർ എലിസബത്ത് ഇപ്പോഴും പ്രഗ്നൻ്റാണ്, അവർ 6ാം മാസമാണ്, പണ്ട് അവർ വന്ധ്യയായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് പറയും? ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറയണത് എന്താണ്? യുക്തിപരമായിട്ടല്ലാത്തയും കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുമെന്നാണ്. ക്ലിയർ അല്ലേ? നീ IELTS പാസ്സാക്കിയത് നിന്നെ വേണേൽ പാസ്സാക്കാതെ നിന്നെ വേണേൽ കർത്താവിന് കാനഡയിൽ കൊണ്ടുപോകാം. ഇറ്റ്സ് വെരി സിമ്പിൾ, വെരി സിമ്പിളാണ്. ഇപ്പം നിങ്ങൾ പറയാം നിങ്ങളെ വസ്തു വിറ്റിട്ട് വസ്തു വിൽക്കണം അച്ഛാ, ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, മളെ കെട്ടിക്കാൻ വേണ്ടിയാണ് വസ്തു വിൽക്കണത്, അല്ലെങ്കിൽ വീട് വെക്കുക, ആ വസ്തു വിറ്റാൽ മാത്രമേ ഈ വീട് വെക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ നിൻ്റെ വസ്തു വിൽക്കാതെയും കർത്താവിന് നിനക്ക് വീട് വെച്ച് തരാൻ പറ്റും. എൻ്റെ മക്കളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണതേ, ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:37 ശേഷം അപ്പോഴേ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അമ്മ ഉടമ്പടി ചെയ്യണത്. അമ്മ എന്താ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്താ പറയണത്? അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഒന്ന് പറഞ്ഞേ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇതാണ് പുതിയ നിയമത്തിൽ ആദ്യത്തെ ഉടമ്പടി വചനം. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് മറുപടി എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ, ദൈവം പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. അപ്പം അതിന് മഴ വേണമെന്ന്, കാറ്റ് വേണമെന്നില്ല, മഴ വേണമെന്നില്ല, കാറ്റില്ല എന്ന് പറഞ്ഞേ, കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങളിൽ വെള്ളം കൊണ്ട് നിറഞ്ഞു. അപ്പോഴേ ഇതുപോലെയുള്ള കാര്യകാരണ ബന്ധങ്ങളില്ലെങ്കിലും നമ്മളുടെ ഒരു വിശ്വാസിയുടെ കാര്യകാരണം എന്നൊക്കെ പറയുന്നത് വിശ്വാസം മാത്രമാണ്. അത് വിശ്വാസം മാത്രമാണ്. പിന്നെ ചിലർക്ക് ആ വിശ്വാസത്തിൽ കുറച്ച് വല്ലാത്ത സ്നേഹം കൂടി ഉണ്ടാകും. ദൈവത്തോടെ സ്നേഹം കൂടി ഉണ്ടാവും. ദൈവത്തോട് സ്നേഹം കൂടി ഉണ്ടെങ്കിൽ പിന്നെ തുളുമ്പത്തില്ല, ആട്ടമൊക്കെ നിൽക്കണം. അങ്ങനെയാണ് ആൾക്കാർക്ക്. ചിലർക്ക് ഈ വിശ്വാസത്തിൽ ആട്ടക്കാരില്ലേ, അതിൻ്റെ കാര്യം സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തോട് വിശ്വാസമുണ്ട്, പക്ഷെ അവർക്ക് സ്നേഹമില്ല, ഒരു പേഴ്സണൽ റിലേഷൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് അവർക്ക് ആട്ടും. നമ്മളിപ്പോൾ ഒരു കുറ്റിയിട്ടതിന് ശേഷം പിന്നെ അത് ഉറക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് കൂടി അതിൻ്റെ അകത്ത് കോരിയൊക്കെ ഇടത്തില്ല ആൾക്കാർ, അതിൻ്റെ അകത്ത് കുറ്റി ഉറക്കാൻ വേണ്ടി ചെയ്യണതാണ്. അതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഈ വിശ്വാസത്തിൻ്റെ കൂടെ സ്നേഹം കൂടിയാണ് ഉണ്ടെങ്കിൽ ആട്ടം ഉണ്ടാകത്തില്ല. പിന്നെ യേശുവിനെ ഉദരത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ ചെയ്തത് എന്താണ്? ഉടമ്പടിയാണ് ചെയ്തത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. എന്താ കാര്യം? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞേ, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. അത് തന്നെയാണ് കാനായിലെ യോഹന്നാന്റെ സുവിശേഷം 2:5. എന്താ പറയുക? അതും ചോദിക്കണേ എന്താണ്? എങ്ങനെ സംഭവിക്കും? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് നിനക്കും എന്ത്? അതാണ് എങ്ങനെ സംഭവിക്കും, ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും. ആ ഡയലോഗ് ചെന്ന് അവസാനിക്കണത് എങ്ങനെയാണ്? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അതാണ് ഈശോ പറയണത്. ഈശോ പറയുന്ന സമയം ഏതാണ്? ഇപ്പം വിശുദ്ധ യോഹന്നാൻ 2:3 അല്ലേ? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അപ്പോഴേ ഇതിനൊക്കെ ദൈവത്തിൻ്റെ സ്വാഭാവിക അനുഗ്രഹത്തിന് നമുക്ക് ഉടമ്പടിയുടെ ലഭിക്കുന്ന സ്വാഭാവിക അനുഗ്രഹമല്ല, അസ്വാഭാവികമായ അനുഗ്രഹമാണ്. അതാണ് ഉടമ്പടിയുടെ വ്യത്യാസം. അല്ലെങ്കിൽ നമുക്ക് വല്ല നൊവേന വല്ലതും കൂടിയാൽ മതിയായിരുന്നു. ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വാഭാവിക അനുഗ്രഹമല്ല, എന്താ പിന്നെ അസ്വാഭാവിക അനുഗ്രഹമാണ് കിട്ടണത്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചോദ്യം എന്താണ്? അവർക്ക് വീഞ്ഞില്ല എന്ന് കാനായിലെ കല്യാണ വേദിയിൽ പറയുമ്പോൾ ഈശോ ചോദിക്കണത് എന്താണ്? അതിനെനിക്കും നിനക്കും എന്ത്? അതായത് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ എന്താണ് സമയം? അവിടുത്തെ യേശുവിൻ്റെ സമയം എന്ന് പറഞ്ഞത് എന്താണ്? അത് മർക്കോസിൻ്റെ സുവിശേഷമാണ് അല്ലേ? മർക്കോസിൻ്റെ സുവിശേഷം 1:15 എന്താണ്? അനുദപിക്കുക, ഏറ്റു പറഞ്ഞേ, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതിൻ്റെ മുമ്പിൽ പറയുന്നുണ്ട് സമയം സമാഗതമായിരിക്കുന്നു. പറഞ്ഞേ, അനുദപിക്കുക, സുവിശേഷത്തിലെ വിശ്വസിക്കുക. അപ്പോൾ ഈ വചനം മർക്കോസിൻ്റെ 1:15 വചനമാണ് നമ്മളെ യോഹന്നാൻ്റെ 2:3 വചനമായിട്ട് കണക്ട് ചെയ്യണത്. എന്താണ്? അതിലെനിക്ക് നിനക്കും എന്താണ്
എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. എന്താണ്? അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷമാണ് സ്വാഭാവികമായി രക്ഷയുടെ കാലം വരുന്നത്. അതാണ് എൻ്റെ വിഷയം. രക്ഷയുടെ കാലം എങ്ങനെയാണ്? അനുതാപത്തിലൂടെയാണ് വരുന്നത്. പക്ഷേ അനുതാപത്തോടെ വരുമ്പോഴും അതിനെല്ലാം നിലനിൽക്കുന്നൊരു ഭൗതിക യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അമ്മ എന്താ പറയുക? അമ്മയുടെ ഒരു നിലപാട്, മരിയൻ നിലപാട് വ്യത്യാസമാണ്, സത്യമായിട്ട് വ്യത്യാസമാണ്. മരിയൻ നിലപാട് ദൈവത്തിൻ്റെ പൊതു നിലപാടിനോട് യോജിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഈശോ മറിയം പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈശോ, നീ പറഞ്ഞെനിക്ക് മനസ്സിലായി. ഈ കുടുംബനാഥനൊക്കെ നീ ആരാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം, ഈ കുടുംബനാഥൻ ഇപ്പം നീയുണ്ട്, ഞാനുണ്ട്, അല്ലേ? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, വചനത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു ഉണ്ട്, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പോഴതാണ് യോഹന്നാൻ 2:2 പറയുന്നത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈശോ എന്താ പറയണത്? ഈശോ ആരാണെന്ന് ആ മനുഷ്യനെ അറിയണം. ഈശോ ആരാണെന്ന് അറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, അറിഞ്ഞിട്ട് അവന് അനുതാപം ഉണ്ടാകണം. അങ്ങനെ അനുതാപം യേശുവിനെ അറിഞ്ഞതിന് ശേഷം, അനുതാപം ഉണ്ടായതിന് ശേഷമാണ് അവർക്ക് അനുഗ്രഹം കിട്ടേണ്ടത്. അതാണ് സുവിശേഷത്തിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. സുവിശേഷത്തിൻ്റെ ലോജിക്ക് അതാണ്. പക്ഷേ അതേസമയം തന്നെ മരിയൻ ലോജിക്കുണ്ട്. എന്താണ് ലോജിക്ക്? അതായത് ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്ന 2 മാർഗങ്ങളെടുക്കും. ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്ന 2 മാർഗങ്ങളെടുത്തു. ഒന്ന്, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിന് 2 മാർഗങ്ങളെടുക്കും. ഒരു മാർഗം എന്താണ്? ഒരു മാർഗം വിശുദ്ധ യെശയ്യായുടെ വചനമാണ്. അനുതപിച്ചാൽ നീ, അനുസരിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? അനുതപിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കും. അതായത് അനുസരിച്ചാൽ, അനുസരണം എന്നാണ് അവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവവചനത്തെ അനുസരിച്ച് അനുതാപം ഉണ്ടായാൽ നിനക്ക് സംഭവിക്കും? അനുഗ്രഹം പ്രാപിക്കും, അല്ലെങ്കിൽ ഐശ്വര്യം പ്രാപിക്കും. അപ്പോഴാദ്യം വരുന്നത് എന്താണ്? അനുതാപമാണ് വരുന്നത്, അല്ലേ? അതേ സമയം തന്നെ ദൈവത്തിൻ്റെ രീതി തന്നെയാണ്. ഒരു മനുഷ്യനെ ആദ്യം അനുഗ്രഹിക്കും, എന്നിട്ട് അവൻ അനുദപിക്കും. അതും ദൈവത്തിൻ്റെ ഒരു രീതിയാണ്. അതായത് ആദ്യം അനുഗ്രഹിക്കും, അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ദൈവം ആരെന്ന് അവന് തിരിച്ചറിയും. അങ്ങനെ അവന് അനുതാപം ഉണ്ടാവും. അതാണ് പത്രോസിന് സംഭവിക്കുന്നത്. പത്രോസ് രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ട് ഒന്നും കിട്ടാതെ വലഞ്ഞ് നടന്ന സമയത്ത് യേശു പറഞ്ഞു, നീ ആഴങ്ങളിലേക്ക് നിൽക്കുക, വലയെറിക്കുക, നിനക്ക് കിട്ടൂ എന്ന് പറയും. അപ്പോഴേ അതോടുകൂടി ഇവൻ്റെ വള്ളം നിറച്ച് മീൻ കിട്ടും. അതോടുകൂടി എന്ത് പറയും? പത്രോസ് കമന്നിട്ടിച്ച് കർത്താവിൻ്റെ കാലേ വിടും. കർത്താവേ, അറിഞ്ഞില്ല എന്ന് പറയും. ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. അപ്പോൾ 5:8 അതുണ്ട്. അതൊരു ദൈവത്തിൻ്റെ ഒരു മെത്തേഡാണ്. എന്താണ്? ആദ്യം അപ്പോൾ ഐസിയായിൽ എപ്പോഴും ചെയ്യണം എന്താണ്? ആദ്യം ഇവനെ അനുദപിക്കണം, അതിനുശേഷമാണ് അനുഗ്രഹം കൊടുക്കുന്നത്. ജോഷുവയും അതാണ് ഫോളോ ചെയ്യണത്. 3:5 ജോഷുവ 3:5 എന്താ പറയണത്? നിങ്ങൾ അനുദപിക്കുക, പശ്ചാത്തപിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. പക്ഷേ അതൊരു പദ്ധതിയാണ്. പക്ഷേ രക്ഷകൻ വാഗ്ദാനം ചെയ്യണവരെ അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഒരു രീതി. രക്ഷകനെ വാഗ്ദാനം ചെയ്ത് വചനം മാംസമായി രക്ഷകൻ ഈ ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അനുഗ്രഹത്തിൻ്റെ കാലമായി. ഇനി അതുകൊണ്ടാണ് അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോഴാണ് പത്രോസിന് അനുതാപം ഉണ്ടാകുന്നത്. നമ്മൾ ഈ വിശുദ്ധ ലൂക്കാസ് വിശേഷം 5:8 വല നിറച്ച് മീൻ കയറി വള്ളം വില്ലി പെട്ടക്കണ സമയത്താണ് പറയണത്, കർത്താവിനെ അവൻ തിരിച്ചറിയും, യേശു ആരാണെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് അവൻ കർത്താവെ, ഞാൻ പാപിയാണെന്ന് പറയും. അപ്പോൾ മറിയം ഈ രക്ഷയുടെ യുഗമാണ് ഉദ്ഘാടനം ചെയ്യണത്. പഴയ നിയമത്തിൻ്റെ യുഗമല്ല, രക്ഷയുടെ യുഗം. എന്നുവെച്ചാൽ ആദ്യം അനുഗ്രഹം, പിന്നെ അനുതാപം. അതുകൊണ്ടാണ് ഉടമ്പടി വരുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ ഉടമ്പടിയിൽ വരും. ഉടമ്പടി വരുന്നവർക്ക് അക്രൈസ്തവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്, എല്ലാ മനുഷ്യരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. യേശുവിനെ അറിയാവുന്നവരും അറിയാൻ പാടാത്തവരും ഒക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ അവരെ ദൈവം അനുഗ്രഹിക്കും. അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ. സന്ദീപ് സുകുമാർ എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു അപ്പനും മകനും സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ സന്ദീപ് സുകുമാറിൻ്റെ അവൻ്റെ വീടും സ്ഥലമൊക്കെയാണ് സന്ദീപ് മകനാണ് സാക്ഷ്യം പറയണത്. ഇനി അപ്പം പറയുമെന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങിപ്പോവും. അപ്പനാണ് സുകുമാരൻ പറഞ്ഞ സാക്ഷ്യം എന്ന് പറയണത്. സുകുമാരൻ കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയണത്. എന്നുവെച്ചാൽ അപ്പനും മകനും ഇരുന്നുകൊണ്ട്
ആണ് ഈ ഉടമ്പടി പ്രാർത്ഥന ചെയ്യണ വീട്ടിൽ. അതൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. അതായത് പല ആൾക്കാരും ചെയ്യണത് മകന് വേണ്ടി അപ്പനോ അല്ലെങ്കിൽ അമ്മയോ ആണ് ഉടമ്പടി എടുക്കുന്നത്. ഈ സന്ദീപ് സുകുമാറിൻ്റെ വീട്ടിൽ അപ്പനും മകനും കൂടി ഇരുന്നുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന ചെയ്യണത്. അവർ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലും. അപ്പോഴും മകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ ചെയ്യും, അച്ചുട്ടപോലെ ചെയ്തു കൊടുക്കും. അപ്പോഴും സുകുമാരന് ഭയങ്കര വിശ്വാസമാകും. അപ്പോഴ് സുകുമാരൻ നോക്കുമ്പോൾ അമ്മ എനിക്ക് നടക്കാൻ പാടില്ല, ഞാനൊരു കൂലിപ്പണിക്കാരനല്ലേ. ഇവരൊക്കെ അമ്മയോട് സംസാരിക്കുന്ന രീതികളൊക്കെ ഭയങ്കര രസമാണ്. അമ്മ എനിക്ക് നടക്കാൻ പാടില്ല, എൻ്റെ കാലിൽ ഒരു മുഴ വന്നിട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഞാൻ ചവിട്ടുമ്പോൾ എൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ പൊങ്ങി മേലോട്ട് വരും, ചവിട്ട് അപ്പോൾ എൻ്റെ ജീവൻ പോകും, പിന്നെയും ചവിട്ട് മാറ്റുമ്പോൾ ആ മുഴ താന്നു പോകും. അങ്ങനെ ഇവൻ അമ്മയോട് പറയും. കാര്യം ഇപ്പോൾ അവൻ്റെ വീട്ടിലെ അനുഗ്രഹങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇത് എൻ്റെ ഒരു കാര്യം കൂടി. കാരണം ഞാൻ കുറേ മരുന്ന് കഴിച്ചിട്ട് പണിക്ക് പോകാൻ പറ്റാതെ ഞാൻ പണി ഇരിപ്പുകാരനായിട്ട് ഞാൻ വീട്ടിലായിപ്പോയി. അപ്പോൾ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ സാക്ഷ്യം പറയണത്. കാര്യം അങ്ങനെ എന്താ ചോദിക്കുമ്പോൾ ആ ഉടമ്പടി തൈലം എടുത്തിട്ട് ആ മനുഷ്യൻ ഈ ഉണ്ട പോലെ മേലോട്ട് വരുന്ന ആ മുഴയുടെ മുകളിൽ സംഭവം തേക്കും. തേച്ചോടുകൂടി അതും പറയണതേ പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റപ്പോഴേ ഇത് കാണാനില്ലെന്ന് ആരോ എൻ്റെ കാലെ പിടിച്ചായിരുന്നു വൈകുന്നേരം വന്ന് രാത്രിയെ. അത് നല്ല രസമാണ് കേൾക്കാൻ. അതെന്താ രാത്രി ആരോ എൻ്റെ കാലെ പിടിച്ചതിന് ഓർക്കുന്നുണ്ട്. അത് ഈ അമ്മയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടല്ലോ. ഈ സഞ്ചാരി മാതാവ് എന്നാണ് പറയണത്. ഉടമ്പടി മാതാവിന് എന്താ നമ്മൾ പറയണത്? സഞ്ചാരി മാതാവ്. കാര്യം എന്താ, അമ്മ സഞ്ചാരി ആയതുകൊണ്ട് മാത്രമല്ല, അമ്മ സഞ്ചാരി ആണല്ലോ. അമ്മ ബൈബിളിൽ എപ്പോഴും സഞ്ചാരത്തിലാണ് അല്ല. മംഗളവാർത്ത കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ അമ്മ എലിസബത്തിൻ്റെ അടുത്ത് പോകും. എലിസബത്ത് തിരിച്ച് വന്നതിന് ശേഷം പ്രഗ്നൻ്റായിട്ട് പ്രസവിക്കാൻ വേണ്ടി ബെത്ലഹേമിൽ പോകും, തിരിച്ച് വരും. അവിടെ നിന്ന് ഈജിപ്തിൽ പോകും. പിന്നീട് കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ ദേവാലയത്തിൽ ജെറുസലേമിൽ പോകും. എപ്പോൾ നോക്കിയാലും സഞ്ചാരമാണ്. അപ്പോൾ ഈ സഞ്ചരിക്കുന്നവർക്കെല്ലാം അതുപോലെ തന്നെയാണ് ഉടമ്പടിയുടെ ഉണ്ടാകുന്നൊരു അനുഭവമാണ്. ഇപ്പോൾ സുകുമാരൻ പറഞ്ഞു തന്നാൽ ആരോ രാത്രി വന്ന് എൻ്റെ കാലിൽ പിടിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ രാവിലെ നോക്കിയപ്പോൾ പണിക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ഇരുന്ന് പോയ കാലാണ്, ആ മുഴ കാണാനില്ലെന്ന്. ഓപ്പറേഷൻ ചെയ്ത പാടെങ്കിലും കാണും. അമ്മയാണ് നിങ്ങൾ തൊടുകയാണെങ്കിൽ പാടുപോലും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് ഗർഭിണികളൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴേ അവർ പറയും ഡോക്ടറെ ടെർമിനേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ വരുമ്പോൾ അവരുടെ വയറത്തൊട്ട് പ്രാർത്ഥിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാതാവിൻ്റെ പേരിൽ മധ്യസ്ഥത്തിലല്ലേ പ്രാർത്ഥിക്കണം. ഈശോ അത് റിജക്റ്റ് ചെയ്യത്തില്ല. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വന്നെ അവർ വന്നിട്ട് മാതാവിൻ്റെ നടയിൽ വന്നിട്ടല്ലേ അവർ പ്രാർത്ഥിക്കണത്. അപ്പം മാതാവിൻ്റെ നടയെ വരയ്ക്കുമ്പോൾ അമ്മ എന്തെങ്കിലും ഈ വിഷയത്തിൽ ഒരു തീരുമാനം അവർക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അവർ വരണത്. അപ്പോൾ അത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈ വിഷയം കൊടുക്കുമ്പോൾ അപ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹാർട്ടിനാണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആൾക്കാരെ ഉടനെ പ്രാർത്ഥിക്കും. ഇപ്പോഴാണെങ്കിൽ ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്, പ്രശ്നമുള്ള എല്ലാവരെയും തന്നെ കാണുന്നുണ്ട്. ഉടമ്പടി ഒന്ന് പുതുക്കാലും ഉടമ്പടി എടുത്താൽ മതി. അപ്പം തന്നെ ആൾക്കാരെ സീരിയസ് വിഷയമാണ്. മുമ്പിൽ ടൈം ഇല്ലെങ്കിൽ അപ്പം തന്നെ ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്ക് ചീട്ട് കിട്ടാം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോഴേ ഒരു സീരിയസ് വിഷയമെല്ലാം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും. സീരിയസ് വിഷയം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്താ കാര്യം, ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ആഴമായിട്ട് ഇങ്ങനെ വിശ്വസിച്ച് നിൽക്കുന്ന ആളായത് അമ്മയെ ഞാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് കണ്ട ആളാണ് 2 പ്രാവശ്യം. അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഇവരെ തൊടണത്. അല്ലാതെ എൻ്റെ ഒരു സങ്കല്പത്തിലാണ് ഞാൻ സെമിനാരി എന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അക്കാഡമിക് ഫെയ്ത്തിൻ്റെ ഉദ്ദേശത്തിലൊന്നും അല്ല തുടർന്നത്. ഞാൻ കണ്ട അമ്മ ഞാനല്ലേ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഉറപ്പിൽ ഞാൻ തുടർന്നത്. അമ്മ ജപ്തി നടപടിയാണെന്ന് പറയുന്നത് അത് നടക്കരുതെന്ന് പറയും. അത് നടക്കരുത്. കാര്യം അവർക്ക് ജീവിക്കേണ്ട വീട്ടിലെ വേറെ എവിടെ പൊളിച്ചത് എടുത്തുകൊണ്ട് പോകാനാണ് എന്ന് പറയും. അതെന്താ കാര്യം വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം എമർജൻസി കേസ് എല്ലാം എടുത്ത് മാറ്റുകയാണ്. പക്ഷേ നിങ്ങൾ കൂടി അതുപോലെ ഒരു വിശ്വസ്തയോടെ നിൽക്കണം. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സന്ദീപ് സുകുമാറിൻ്റെ സാക്ഷ്യം തന്നെ, ആ സാക്ഷ്യം അങ്ങനെ വരാൻ കാരണം ആ മനുഷ്യൻ ഇത് കണ്ടിട്ട് ദൈവത്തോട് എനിക്ക് പണിക്ക് പോകണം അമ്മയെന്ന് പറയും. നമുക്ക് എന്തെങ്കിലും ഒരു പരാബ്ധം വന്നാലേ അത് പറയാൻ ഇന്ന് നമുക്ക് കൃത്യമായ ആളുണ്ട്. അല്ലാതെ ഒക്കുവായി പറഞ്ഞേക്കാം. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ചിട്ടതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ആൾക്കാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ ലാഗ് ചെയ്യണത് വെച്ചാൽ ഇവരിങ്ങനെ ഒക്കുക ഒത്താ കൊള്ളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അഴകുഴമ്പൻ രീതിയിൽ ഉടമ്പടി ചെയ്യത്തില്ലേ. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അച്ചിട്ട പോലെ അങ്ങനെ ചെയ്തേക്കണം. എന്താണ്, ഇതെൻ്റെ വിഷയമല്ല, അമ്മയ്ക്ക് ഞാൻ ഈ വിഷയം പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുകയാണ്. ദൈവം പറഞ്ഞതുപോലെ ഞാൻ വിശുദ്ധിയോടെ ജീവിക്കും, സഹോദര സ്നേഹത്തോടെ ജീവിക്കും. 2 കാര്യമാണ് നമുക്ക് വേണ്ടത്. ഒന്ന് വിശുദ്ധിയും, രണ്ടാമത്തത് സഹോദര സ്നേഹവും. സഹോദര സ്നേഹം ഒരു സീരിയസ് വിഷയമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലെ 2-3 സാക്ഷ്യങ്ങൾ സഹോദര സ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്.
എന്താ കാര്യത്തിൽ അതായത് നമ്മളെ ഫാദേഴ്സ് കണ്ടന്റ് എന്ന് പറയും. നമ്മുടെ ഈ സാക്ഷ്യം കാണുമ്പോൾ ഒരു ആകർഷിപ്പുണ്ടാകണം. നമ്മുടെ ഉടമ്പടി കാണുമ്പോഴേ ഒരു ആകർഷിപ്പുണ്ടാകണം. ആരാകർഷിക്കണം? പിതാവ് ആകർഷിക്കണം. ഈശോ അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുത്ത് വരുന്നവന് ഞാൻ തള്ളത്തുമില്ല. അത് ഈശോ പറഞ്ഞ കാര്യമാണ്. അതായത് പിതാവിൻ്റെ ഒരു ആകർഷണം നിങ്ങളുടെ സാക്ഷ്യത്തിനുണ്ട്, നിങ്ങളുടെ ഉടമ്പടി വിഷയത്തിനുണ്ടാകണം.